Hi friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോ ആണ്. 3 മീറ്റർ ഉള്ള ഒരു നൈറ്റിയുടെ തുണിയിൽ നിന്നും XL അളവിൽ 3/4 കൈ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്ന നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. തുണിയെ ഞാൻ ആദ്യം ഇവിടെ മുഴുവനായിട്ട് ഒന്ന് നിവർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഇതുപോലെ നീളത്തിൽ മടക്കി കൊടുത്തിട്ട് സെന്ററിൽ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് 4 ഫോൾഡിൽ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നല്ല നീറ്റ് ആയിട്ട് ഞാൻ ഇവിടെ 4ആയി മടക്കി വെച്ചിട്ടുണ്ട്. ഇത് തുണിയുടെ ഫോൾഡഡ് ചെയ്ത ഭാഗമാണ്. അതുപോലെ ഈ ഒരു വശം ഓപ്പണിംഗ് ഭാഗമാണ്. നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഓപ്പണിംഗ് ഭാഗത്ത് ഈ 4 തുണിയും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമുക്ക് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ 3/4 കൈ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ആദ്യം നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കാം. ഇതിന് 57.5 ഇഞ്ച് ലെങ്ത് ഉണ്ട്. എനിക്കിവിടെ 56 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് സീം അലവൻസ് കൂട്ടി 57 ഇഞ്ച് കറക്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ നമുക്കിതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ ഞാനിവിടെ 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. 8 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ആം ഹോൾ അടയാളപ്പെടുത്താം. ആം ഹോളിന് ഞാനിവിടെ ഒരു 8.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 8.5 ഇഞ്ചിൽ നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്കിതൊരു സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് അടയാളപ്പെടുത്തണം. ചെസ്റ്റിന് ഞാനിവിടെ എടുക്കുന്നത് 12 ഇഞ്ചാണ്. 12 ഇഞ്ചിൽ നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിന് കുറച്ച് താഴെയായിട്ട് ഒരു ഷേപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് 11.5 ഇഞ്ചിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊരു 1/2 ഇഞ്ച് സീം അലവൻസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സീം അലവൻസ് 1/2 ഇഞ്ച് മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തുണി നെക്കിനൊന്നും കിട്ടില്ല. നമുക്ക് ഇതുപോലെ ഒന്ന് ആം ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നൈറ്റിയുടെ താഴ്ഭാഗത്തേക്ക് ഇതൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം. നൈറ്റിയുടെ താഴ്ഭാഗത്ത് 17 ഇഞ്ചാണ്. അത് മുഴുവനായിട്ട് ഞാനിതിന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ അടയാളപ്പെടുത്തി കൊടുക്കാം. കൈയുടെ ലെങ്ത് ഇപ്പോൾ 8.5 ഇഞ്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് 9 ഇഞ്ചിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഇവിടെ നിന്നൊരു ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. കൈ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ഇനി നമുക്ക് കൈയുടെ വിഡ്ത്ത് എടുക്കാം. വിഡ്ത്ത് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് ജോയിൻ്റ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. നെക്ക് ബാക്ക് നെക്ക് ഞാനിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് നമുക്കൊരു 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്കൊരു ബോക്സ് ഷേപ്പ് വരച്ച് അതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതിൻ്റെ കട്ടിംഗ് വീഡിയോ മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. നമുക്കിതുപോലെ ഒന്ന് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം.
വളരെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് കൈയുടെ ലെങ്ത്ത് നമുക്ക് 8.5 ഇഞ്ച് കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ ബാക്കി നമുക്ക് ഈ ഒരു 4 പീസ് നൈറ്റിയുടെ സൈഡ് വശത്ത് നിന്നും കട്ട് ചെയ്തിട്ടെടുത്താണ്. ആ 4 പീസിൽ 2 പീസ് നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് സിബ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ബാക്കിയുള്ള 2 പീസ് ഞാനിവിടെ കൈയുടെ ലെങ്ത്ത് കൂട്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് കൈയുടെ വിഡ്ത്തിന് കണക്കായി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്തിട്ടെടുക്കാം. 3 മീറ്റർ തുണിയിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്യാണ്ട് നമുക്ക് കൈയുടെ ലെങ്ത്ത് 3/4 കിട്ടില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന പീസ് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമുക്ക് കൈയുടെ ലെങ്ത്ത് 18 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് പീസ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 ഇഞ്ച് നീളത്തിൽ ഈ പീസ് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് 2 പീസ് തുണിയാണ്. ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് 10 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 10 ഇഞ്ച് നീളവും അതുപോലെ ഒരു 5 ഇഞ്ച് വീതിയെങ്കിലും നമുക്ക് ഈ പീസിൽ നിന്ന് കിട്ടണം. ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ കട്ടിംഗ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മീറ്റർ നൈറ്റി തുണിയിൽ നിന്നും ഒരു എക്സൽ സൈസിൽ 3/4 കൈയോടുകൂടി നമ്മൾ നൈറ്റി എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.